നമസ്കാരം ഗൈസ്, ഞാൻ നിങ്ങൾക്കൊരു അടിപൊളി ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. തത്തയുടെ കേസ്, താറാവിൻ്റെ കേസ് ഞാൻ മറന്നിട്ടില്ല. താറാവിൻ്റെ കേസ് നമ്മൾ ഇന്ന ദിവസം സൺഡേ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്നതാണ് ആരാണ് വിജയ് എന്നുള്ളത്. അതിനകത്തും കുറച്ച് സർപ്രൈസ് ഉണ്ട്. ഇത്രയും എഫേർട്ട് നിങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ ഗിഫ്റ്റ് തരുന്ന ആൾക്കാരുടെ കൗണ്ട് ഇത്തിരി കൂട്ടിയിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിൽസും ഞാൻ സൺഡേ പറയുന്നതാണ്. അപ്പോൾ എഗെയിൻ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ തരാൻ പോകുന്നത്. വീഡിയോ കംപ്ലീറ്റ് കാണണം. ഓക്കെ, അപ്പോൾ 11th പൊന്നുവിൻ്റെ ബർത്ത്ഡേ ആണ്. മൈ വൺ ആൻഡ് ഓൺലി ക്യൂട്ടി പൈ പൊന്നു. അപ്പോൾ പൊന്നുവിൻ്റെ ഒരു ജേർണി ഞാൻ ചെറുതായിട്ട് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ എൻഡിൽ നിങ്ങൾക്കുള്ള ഒരു കോമ്പറ്റീഷൻ ആണ്. അപ്പോൾ എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കാം. ബിക്കോസ് നിങ്ങൾക്ക് അടിപൊളി ഓപ്പർച്യൂണിറ്റി ആ കോമ്പറ്റീഷനിൽ ഇരിക്കുന്നുണ്ട്. എൻ്റെ പൊന്നു കുട്ടി എന്ന് പറയുന്നത് പ്രിമച്വർ ആണ്, 6 month ബോൺ ആണ്. ആഫ്റ്റർ മാരേജ് 3 months ആയപ്പോഴേക്കും ഞാൻ ക്യാരിയിങ് ആയി ഒരു 1 week കഴിഞ്ഞപ്പോഴേക്കും ഛർദി തുടങ്ങി. ഛർദി എന്ന് പറഞ്ഞാൽ ഒരിറ്റ് വെള്ളം എടുത്താൽ തന്നെ വൊമിറ്റ് ആയിരുന്നു. ടോർച്ച് എടുത്ത് നോക്കിയിട്ടുണ്ട് കൊച്ചു പുറത്തേക്ക് വന്നിട്ടുണ്ടോ എന്ന്. കാരണം അതേപോലത്തെ വൊമിറ്റ് ആയിരുന്നു. വൊമിറ്റോ വിശപ്പിനും ഒരു കുറവുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വൊമിറ്റ് കൂടിക്കഴിയുമ്പോൾ ഡോക്ടർ എന്ത് ചെയ്തു, ബെഡ് റെസ്റ്റ് വന്നു. പിന്നെ എല്ലാ സാറ്റർഡേയ്സിലും ഡോക്ടർ വന്നിട്ട് എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കായിരുന്നു. കാരണം എൻ്റെ യൂട്രസിന് വെയിറ്റ് കുറവായതുകൊണ്ട്. ഇതിലെ കുറച്ച് കഥകൾ നിങ്ങൾ പകുതി മുക്കാലും ബിഗ് ബോസ് കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും അതിൻ്റെ കുറച്ച് ഭാഗം കട്ടായി പോയ കുറച്ച് ഭാഗങ്ങൾ പറയേണ്ടെന്ന് വിചാരിച്ച ഭാഗങ്ങൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ അപ്പ് ആവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ അമ്മമാർക്കും, അമ്മമാരും അച്ഛന്മാരും, എന്നാലും കുറച്ച് ആ ഡെലിവറി ഇതൊക്കെ എടുക്കുന്ന ആ അമ്മമാർ, അത് വലിയൊരു കാര്യം തന്നെയാണ്. അവർക്ക് എല്ലാവർക്കും, എസ്പെഷ്യലി പ്രിമച്വർ ബേബീസിനെ ടേക്കപ്പ് ചെയ്യുന്ന അമ്മമാർക്ക് നമസ്കാരം. ഫസ്റ്റ് ഫ്രം മൈ ഹാർട്ട്. ലൈക്ക് അച്ഛനും ഉണ്ടില്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ആ ഒരു ജേർണി ഉണ്ടല്ലോ, അത് ഞാൻ ഇത്ര എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നല്ല കോംപ്ലിക്കേഷൻ ആയിരുന്നു. എനിക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ എന്ത് ചെയ്തു, ഇതിൻ്റെ ഇടയിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്തു, യൂട്രസിന് ഒരു ബെൽറ്റ് ഇട്ടു. കാരണം യൂട്രസ് ഇങ്ങനെ താങ്ങി പോകുന്നതുകൊണ്ട് കുട്ടിയുടെ ഇത് കുറവാന്ന് പറഞ്ഞിട്ട്, കിട്ടാൻ കുറവാന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു റബ്ബർ ബാൻഡ് പോലത്തെ ഒരു ബെൽറ്റ് നമ്മൾ യൂട്രസിലിട്ടു. സോ ആഫ്റ്റർ ദാറ്റും വോമിറ്റ് തന്നെയായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഈ പറഞ്ഞ മാതിരി ഫ്രം ദ സപ്പോർട്ട് ഫ്രം ഹസ്ബൻഡ് ആൻഡ് അവരുടെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. കാരണം കുറച്ച് 2 മാസം കഴിഞ്ഞപ്പോഴേക്കും പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയായിരുന്നു അവിടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളൊരു പ്രത്യേക ക്യാരക്ടറാണ്. അതൊക്കെ ഞാൻ ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളതാണ്. അത് ചീത്ത കാര്യങ്ങൾ പറഞ്ഞു വെറുതെ മൈൻഡ് കളയണ്ട, നമുക്ക് നല്ല കാര്യത്തിലോട്ട് വരാം. അപ്പം ഒരു ദിവസം പെട്ടെന്ന് അനങ്ങുന്നില്ല. അപ്പം ഇവള് ഇടയ്ക്കിടയ്ക്ക് അനങ്ങത്തില്ല, എനിക്കറിയാൻ പാടില്ല, ഇവൾ അനങ്ങത്തില്ല. അപ്പം എന്ത് ചെയ്യുന്ന വെച്ചാൽ ചൂടുവെള്ളം കുടിക്കും, കരിക്കുവെള്ളം കുടിച്ചൊക്കെ തിരിഞ്ഞും പറഞ്ഞൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഹലോ എന്ന് പറഞ്ഞ് എനിക്കുമ്പോൾ ആശാത്തി അനങ്ങും. ഒരു ദിവസം അനങ്ങുന്നില്ല. അപ്പം ഞാനിത് പറഞ്ഞപ്പോൾ അവരെല്ലാവരും പറഞ്ഞു, ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആയതിൻ്റെ ഉത്കണ്ഠയാണ്, എക്സൈറ്റ്മെൻ്റ് ആണ്, ആൻസൈറ്റി ആണ്, തേങ്ങയാണ് മാങ്ങനൊക്കെ പറഞ്ഞു. കാലത്തോട്ട് അനങ്ങണില്ല കേട്ടോ. രാത്രി 8 മണിയായിട്ടും അനങ്ങുന്നില്ല. അപ്പോൾ വരാൻ ലേറ്റായി. ഞാൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ടും ജോലി തിരക്ക് കാരണം, ഭാര്യ പ്രഗ്നൻ്റ് ആണ്, എന്നാൽ പോലും കുഴപ്പമില്ല, ജോലിയാണ് മുഖ്യം, ബിഗിൽ എന്നുള്ള രീതിയിൽ വന്നപ്പോൾ ലേറ്റായി. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കേണ്ട അവസ്ഥ വന്നു. എൻ്റെ പൊന്നെ, ചീത്ത തന്നെ ചീത്ത, നിങ്ങൾ എന്താ ശ്രദ്ധിക്കാത്ത, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ ട്രിപ്പ് ഇട്ടു, ചൂടുവെള്ളം തന്നു നോക്കി, എന്നിട്ട് ഒന്നും അനങ്ങുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു ഫൈനലി നമുക്ക് എടുക്കാം, എന്താവുന്ന ഒരു ഉറപ്പില്ല, ആംബുലൻസ് പുറത്ത് വെയിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് മൊത്തം കിളി പോയി. കാരണം എനിക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകളുണ്ട്, ടെൻഷനുണ്ട്. ആൻഡ് ആ സമയത്ത് ഇയാൾ പുറത്ത് നിൽക്കുന്നുണ്ട്. എൻ്റെ കൂടെ വേറെ ആരുമില്ല, എൻ്റെ അമ്മയുമില്ല, ഹസ്ബൻഡിൻ്റെ അമ്മയിൽ ആരുമില്ല. ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ. അത് സ്ത്രീകൾക്ക് പ്രത്യേകം മനസ്സിലാവും ആ സമയത്ത് കൂടെ പോകുമ്പോൾ. കാരണം ഡോക്ടർ സ്ട്രേറ്റ് പറയാൻ കിട്ടുമെന്ന് ഉറപ്പില്ല എന്ന്. എത്രയായാലും 6 month ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഒരു കണക്ഷൻ വരും. 6 month അല്ല, നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്ന സമയം തൊട്ട് നമുക്കൊരു കണക്ഷൻ വരും, ഒരു ഇന്നർ കണക്ഷൻ വരും. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞാൻ പോയി. ആംബുലൻസ് പുറത്ത് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ സിസേറിയൻ നടത്തി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കൃഷ്ണ എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടറാണ്. പുള്ളി ഇവിടെ നിന്ന് ഇങ്ങനെ നാമം ചെല്ലുന്നുണ്ടായിരുന്നു. ഇങ്ങനെ നമശിവായ എന്ന് പറഞ്ഞ് ഇങ്ങനെ നാമം ചെല്ലുന്നുണ്ടായിരുന്നു. ആൾ ഭയങ്കര ശിവഭക്തിയാണ്. എന്നിട്ട് എൻ്റെ ബാക്കിൽ ഇഞ്ചക്ഷൻ എടുത്തു. അതോടുകൂടി എൻ്റെ ഫുള്ള് പാരലൈസ്ഡ് ആയിരുന്നു. ഈ പറഞ്ഞ മാതിരി എന്താ പറയുക, എൻ്റെ ആൻസേഷ്യ തന്നിട്ട് അത് മരയിച്ചു. എന്നിട്ട് നടത്തി. അപ്പോൾ എനിക്ക് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട്, പക്ഷെ താഴോട്ടാ പെയിനില്ലാത്ത കിട്ടി. അടുത്ത് ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ അത്ര ഉള്ളൂ, 750 ഗ്രാമോ എത്രയേ ഉള്ളൂ, കുഞ്ഞു പെൺകുട്ടി. ഓക്കെ സക്സസ്, കൊച്ചിനെ കിട്ടി. ആ ഒരു മിനിറ്റേ ഞാൻ കണ്ടുള്ളൂ. പിന്നെ നേരെ അങ്ങോട്ട് കൊണ്ടുപോയി ഇൻക്യുബേറ്ററിൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഇല്ല 750 ഗ്രാം അങ്ങനെ കുട്ടിയെ കിട്ടി. ഓക്കെ, ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. കാരണം കുറേ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കുന്നതിൻ്റെ കണ്ടിന്യൂഷൻ ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ കുറച്ച് നല്ല ബ്ലോഗ്സും നല്ല സംഭവങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടാണ് ഇപ്പം എൻ്റെ ക്യൂട്ടി പയ്യ പൊന്നു എൻ്റെ കൂടെ ഉള്ളത്. അതിൻ്റെ ഇടയിലുള്ള എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇപ്പം നമുക്ക് കോമ്പറ്റീഷനിലോട്ട് വരാം. അങ്ങനെയാണ് പൊന്നു ജനിച്ചത്. May 11th രാത്രി 10-11 മണി ഏറ്റവും തോന്നുന്നു ആ സമയത്താണ്.
അപ്പോൾ പൊന്നു പ്രിമച്ചുവർ ആണെങ്കിലും പൊന്നിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും പൊന്നു ടാലൻറ്റഡ് ആണ്, പൊന്നു ഡ്രോ ചെയ്യും, പൊന്നു റീഡിങ് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഡാൻസറാണ്. ഇതൊന്നും നമ്മൾ പ്രൊഫഷണലായിട്ട് എടുത്തിട്ടില്ലെങ്കിലും ആളുടെ കയ്യിൽ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. കുറച്ച് ബുദ്ധി കൂടുതലാണ്, എന്നേക്കാൾ മെച്ചുവേർഡ് ആണ്. അത് അവളെ ക്ലോസ് ആയിട്ട് അറിയുന്നവരറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അവൾക്ക് ഡ്രോയിങ് നല്ലൊരു ഇഷ്ടമുള്ള പരിപാടിയായിരുന്നു. കുറേ കാലം അവൾ ഡ്രോ ചെയ്യുമായിരുന്നു. ഇപ്പോൾ അവൾ കട്ടാക്കി. അപ്പോൾ അവളിലോട്ട് ആ ഒരു സംഭവത്തിന് റിഫ്ലക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോൻ്റെ ഒപ്പം എൻ്റെയും പൊന്നുൻ്റെയും പിക്ക് ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് കോമ്പറ്റീഷൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെയും പൊന്നുൻ്റെയും പിക്ക് ഡ്രോ ചെയ്ത് എൻ്റെ മെയിൽ ഐ ഡിയിലോട്ട് അയക്കുക. നന്നായിട്ട് പിക്ക് അയക്കുന്ന 5 പേർക്ക്, ഓക്കെ, പെർഫെക്റ്റ് ആയിട്ട് പിക്ക് അയക്കുന്ന 5 പേർക്ക് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മെയിൽ ഐ ഡി എന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ആൻഡ് പൊന്നുൻ്റെ ബർത്ത്ഡേ ആണ്. പൊന്നുൻ്റെ ആരോഗ്യത്തിനും സ്മാർട്ട്നെസ്സിനും എല്ലാത്തിനും നിങ്ങളുടെ പ്രയർ വേണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ബാക്കിയുള്ള കോംപ്ലിക്കേഷൻ അതെങ്ങനെ ഞാൻ ടേക്കപ്പ് ചെയ്തു എന്നൊക്കെയുള്ള ഫുൾ വീഡിയോ ഞാൻ വേറെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. എന്നിട്ട് ഈ ഫോട്ടോയിൽ എൻ്റെ പൊന്നുൻ്റെ പിക്ക് എടുത്ത് മെയിലോട്ട് അയക്കുന്ന 5 പേർക്ക് നല്ല അടിപൊളി ഗിഫ്റ്റ് ഞാനും പൊന്നും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ആൻഡ് May 11th ബർത്ത്ഡേ എൻജോയ് ചെയ്യുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും many happy returns of the day. Love you all. Stay blessed.